ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, കർത്താവിന്റെ തിരുവചനവുമായിട്ട് സ്തോത്രം നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവർ സന്തോഷമുള്ളവരായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ ജീവിക്കുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക. സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അതോ രാവിലെ പ്രാർത്ഥനയിൽ കേട്ടതുപോലെ പലവിധമായ ഭാരങ്ങളായിട്ട് വന്നവരാണോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാരങ്ങളൊക്കെ നമ്മൾ ചുമന്നോട് നടക്കുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് എന്ത് വരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഭാരം ഉണ്ടാകുന്നത്. ദൈവദാസന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? ഒത്തിരി കഥകളൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് യേശുക്രിസ്തു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിന്റെ ഭാരങ്ങള് എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം പ്രാപിച്ചവർക്ക് മാത്രമേ സന്തോഷിക്കാൻ പറ്റൂ. അല്ലാത്തവർ സ്തോത്രം എപ്പോഴും ആകുല ചിന്തകളാൽ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആകുല ചിന്തകൾ, എന്തായിത്തീരും, ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, അങ്ങനെ വന്നില്ലെങ്കിൽ, ഇത് ഇന്ന് നടന്നില്ലെങ്കിൽ, സ്തോത്രം. ഇതെന്താണ്? ആകുല ചിന്തകൾ. സ്തോത്രം. ആകുല ചിന്തകൾ ഒരു ക്രിസ്തു ഭക്തന് ചേർന്നതല്ല. സ്തോത്രം. അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് യോഗ്യമായവയല്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഈ പ്രതിസന്ധി ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ ദൈവം അനുവദിച്ചതാണ്. സ്തോത്രം. അതിനകത്തൊരു വിടുതലുണ്ട്, അതെനിക്ക് ദൈവം തരും. ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പേർ? ചിലർ പറയുന്നത് കേൾക്കാം, ഇന്ന് എനിക്കൊരു വിടുതൽ കിട്ടി തന്നെ ആകണം, ഇന്ന് എനിക്ക് ലഭിച്ചേ മതിയാകത്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയുന്നവര്, ഇന്ന് എനിക്ക് അതിന് സ്തോത്രം മറുപടി കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? വിടുതൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ഹിതമായാൽ, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഇന്ന് ഇതിൽ നിന്ന് വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ സ്തോത്രം എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ സ്തോത്രം ആഴത്തിലുള്ള വചനങ്ങളൊന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. സ്തോത്രം വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. സ്തോത്രം. എന്നാൽ ഞാൻ ആഴത്തിൽ ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് ഗൗരവത്തിൽ ദൈവത്തിന്റെ വചനം ചിന്തിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇന്ന് നമ്മൾ കേൾക്കുന്നതെല്ലാം പൊയ്മുഖങ്ങളാണ്, അല്ലെങ്കിൽ സ്തോത്രം ഉപരിപ്ലവമായ കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അവൻ സ്തോത്രം അങ്ങോട്ട് ചിലതൊക്കെ കൊടുക്കണം. ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കണം. ആരും അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവരല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനം കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അല്പമേ നിങ്ങൾ ദൈവത്തിന് കൊടുത്തെങ്കിൽ ദൈവത്തിൽ നിന്ന് അല്പമേ നിങ്ങൾ കിട്ടൂ. സ്തോത്രം. നിങ്ങൾ ദൈവത്തിന് എത്രമാത്രം കൊടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ സമയം കൊടുത്താൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചിലവഴിച്ചാൽ, ദൈവത്തെ വിശ്വസിച്ചാൽ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ധാരാളമായി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും. സ്തോത്രം. ഇനി വേറൊരു കാര്യം, അടുത്തൊരു കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ഒന്നത്. രണ്ടാമത്തേത്, സ്തോത്രം. ഹല്ലേലൂയ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒരേ ഒരു ദൈവമേ. ഈ ഭൂമിയില് സ്തോത്രം ഇന്ന് കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചത് ആ ദൈവമാണ്. സ്തോത്രം. ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. മറ്റുള്ളവയൊന്നും ദൈവം അല്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമല്ലാത്തവയെ ദൈവം എന്ന് വിചാരിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുക്കണം. ബൈബിൾ എടുത്തിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ചുമ്മാ മൗനമായിരിക്കാതെ ബൈബിൾ എടുത്തിട്ട് ഞാൻ പറയുന്ന വാക്യങ്ങളൊന്ന് തുറന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എല്ലാവരും വായിക്കണം. ഞാൻ ഇന്ന് പറയുന്ന കാര്യം പ്രത്യേക ശ്രദ്ധയോടെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും, നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുവാൻ തുടങ്ങും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. സ്തോത്രം. അത് കിട്ടിയവര് ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം, നിങ്ങൾ കിട്ടിയില്ലേ.
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പോഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവേ. കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ നോക്കിയേ. ഒടുവിൽ സഹോദരന്മാരെ, നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? സത്യമായത് ചിന്തിക്കണം, ഘനമായതൊക്കെ ചെയ്യണം, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത് ഒക്കെ ചിന്തിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം ഈ സമാധാനത്തിന്റെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. സമാധാനം, ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നദി പോലെ, എല്ലാവരും പ്രാർത്ഥനയോടെ വരണം, ഞാൻ നദി പോലെ അവൾക്ക് സമാധാനം കുടിപ്പാൻ കൊടുക്കും എന്നാ ദൈവത്തിന്റെ വചനം. സമാധാനം തരും. എന്താ ഈ സമാധാനം എന്ന് പറയുന്നത്? കടഭാരത്തിൽ ഒരു മനുഷ്യൻ ഇരിക്കുക, കടക്കാരൻ ഇപ്പോ വന്ന അവന്റെ കഴുത്തിന് പിടിക്കും. ആ ചിന്തയിൽ ഇരിക്കുന്നവൻ സമാധാനം അനുഭവിക്കുകയാണോ? അല്ല. ദൈവം സമാധാനം തരുമെന്ന് പറഞ്ഞാൽ നിന്റെ ആ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന. സ്തോത്രം, ഹല്ലേലൂയ. രണ്ട്, നീ രോഗത്തിൽ ഭാരപ്പെട്ടിരിക്കുക, സ്തോത്രം, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുന്ന മനുഷ്യൻ സമാധാനത്തിരിക്കാൻ പറഞ്ഞാൽ അവന് സമാധാനം വരുമോ? സ്തോത്രം, അവന് സമാധാനം വരണമെങ്കിൽ അവന് സൗഖ്യം ഉണ്ടാകണം. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ സൗഖ്യത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ഒരുവൻ പട്ടിണിയിലിരിക്കുക. പട്ടിണിയിലിരിക്കുന്നവരോട് ഞാൻ എത്ര പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ഞാൻ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം എന്നൊരുത്തനോട് പറയാം. ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ ഉപവാസമാണ്, ഞാൻ ഇന്ന് 5-ാമത്തെ ദിവസം ഉപവാസം, 5-ാമത്തെ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ 7 ദിവസം ഉപവസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പട്ടിണി മാറാൻ വേണ്ടി, നിങ്ങളിപ്പോ പട്ടിണിയില്ല, വിശപ്പിന് ഒന്നുമില്ല, ഞാൻ 7 ദിവസം ഉപവസിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പട്ടിണി മാറും. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഭക്ഷിപ്പാനുള്ളത് തരണം. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവജനം ഇങ്ങോട്ട് പ്രാപിക്കുന്നവരായിട്ടല്ല, അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കുന്നവരായി മാറുമ്പോൾ അവർ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്നവരാകും. അല്ലാതെ ദൈവത്തിൽ നിന്ന് സമാധാനം അനുഭവിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കണം. എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്ന? ധാരാളം കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിലെ ഏറ്റവും സിമ്പിളായ ചില കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ ചെയ്യുവാനായിട്ട് വിസമ്മതിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് സ്തോത്രം അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയാത്തവണ്ണം നിങ്ങളെ തടഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ കാര്യങ്ങളെ ഇന്ന് പകൽക്കാലം നാം ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൽ പ്രധാനമായിട്ടും സ്തോത്രം, കഴിഞ്ഞ ദിവസം സ്തോത്രം, എന്റെ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു ആന്റി വിളിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ അവർക്ക് 78 വയസ്സിലധികം പ്രായമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് അവരുടെ സംശയത്തിൽ നിന്ന് ഞാൻ സ്തോത്രം നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് തുടങ്ങാം. എന്നെ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഇച്ചിരി പ്രയാസമൊക്കെ ഉള്ള സഹോദരിയാണ്. ശ്വാസകോശത്തിന് പ്രയാസങ്ങളുണ്ട്. സ്തോത്രം, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റേ, സ്തോത്രം, ഞാൻ ബന്ധനത്തിലാണ്, എനിക്ക് എന്താണ് പ്രശ്നം? സ്തോത്രം, ഇതെനിക്ക് ശാപമാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാണോ? സ്തോത്രം, നിങ്ങളോടുള്ള ചില വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടു, ഇത് ശാപമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശാപം കൊണ്ടാണോ എനിക്ക് ഈ 78-ാമത്തെ വയസ്സിൽ ശ്വാസം മുട്ടൽ വരുന്നത്? സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ട ആള്. ഞാൻ ചോദിച്ചു, ആന്റി രക്ഷിക്കപ്പെട്ട ആളാണോ? യെസ്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. അത് എനിക്കറിയാം, ആന്റി രക്ഷിക്കപ്പെട്ട ആളാ, എനിക്ക് അത്ര അടുത്ത് പരിചയമുള്ള ആളാ, രക്ഷിക്കപ്പെട്ട ആളാ, സ്നാനപ്പെട്ട ആളാ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആളാണ്. ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച ആളാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ താൻ പറയുകയാണ്, ഇതെനിക്ക് എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള ശാപമാണോ? ഹല്ലേലൂയ. നിങ്ങളും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്രം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ബീങ് സേവ്ഡ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഞാൻ കത്തോലിക്കനാന്ന് ഒരുവന് പറയാൻ പറ്റും,
ഞാൻ പെന്തിക്കോസുകാരനാണെന്ന് ഒരുത്തൻ പറയാൻ പറ്റും. ഞാൻ ഷാരോൺകാരനാണെന്ന് ഒരുത്തൻ പറയാൻ പറ്റും. ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ IPC-ക്കാരാ പാസ്റ്റേ, ഹല്ലേലൂയ സ്തോത്രം ഒരുവൻ പറയാൻ പറ്റും. ഹല്ലേലൂയ ഞങ്ങൾ ആരാ? ഞങ്ങൾ ഷാരോൺകാരാ, ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡുകാരാ, ഞങ്ങൾ ഓർത്തഡോക്സുകാരാ. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ പറയും, ഓ ഞങ്ങൾ വലിയ സഭക്കാരാ. സ്തോത്രം. നിങ്ങള് ഈ ലോകത്തിലെ സഭയിലൊന്നും അല്ല, നിങ്ങൾ സംഘടനകളിലെ അംഗങ്ങളായിട്ടിരിക്കുക. സ്തോത്രം. നിങ്ങൾ സഭയായി തീർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആർ യു ദ ചർച്ച് ഓഫ് ഗോഡ്? നിങ്ങൾ ദൈവത്തിന്റെ സഭയാണോ? ഞാൻ വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് സ്തോത്രം ആഴമാർന്ന കാര്യത്തിലേക്ക് വരാം. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ പറയും ഞങ്ങൾ കത്തോലിക്കരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്, അല്ലെങ്കിൽ ജക്കോബൈറ്റ് ആണ്. സ്തോത്രം. അല്ലെങ്കിൽ അടുത്ത ആള് പറയും പെന്തിക്കോസുകാരാണ്. സ്തോത്രം. പെന്തിക്കോസുകാർക്കും വാലും കൊമ്പൊന്നുമില്ല. പെന്തിക്കോസുകാർ ഈ നാമധേയം പറയുന്ന പോലെ ഒരു ഗ്രൂപ്പുകാരാണ്. സ്തോത്രം. കൊടി പിടിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണെന്ന് വിചാരിച്ചാണ്. സ്തോത്രം ഹല്ലേലൂയ. എല്ലാവരും അല്ലെങ്കിലും കുറച്ചു പേരെന്നല്ല, ഭൂരിഭാഗം പേരും ലോകത്തിൽ ജീവിക്കുന്നവരാണ് ഇപ്പോൾ. അതുകൊണ്ട് പെന്തക്കോസുകാർക്കും വലിയ പ്രത്യേകതയൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു പെന്തക്കോസുകാരനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നോക്കുക, ഞാൻ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ഞാൻ ഒരു ഗ്രൂപ്പിനകത്ത് പോയി ഒരു സ്തോത്രം ഒരാൾ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചപ്പോൾ മുതൽ ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. സ്തോത്രം. ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് പെന്തിക്കോസ്തിലായിരിക്കും, ഏതിലായാലും ആവട്ടെ. സ്തോത്രം. ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്? അല്ല, രക്ഷിക്കപ്പെട്ടവരല്ല. ഞങ്ങൾ മമ്മോദീസ എടുത്തു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, ഓ സ്തോത്രം ഇതെല്ലാം പ്രാപിച്ചു. സ്തോത്രം. ഞങ്ങൾ അന്യഭാഷയൊക്കെ പറയുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്? എന്റെ ചോദ്യം ഇന്ന് പകൽക്കാലം നിങ്ങളോട് വളരെ ഗൗരവമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്? എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്? സ്തോത്രം ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? രക്ഷിക്കപ്പെട്ട ശേഷം അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. എങ്ങനെയാകുന്നു എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുമ്പോ എന്താ സംഭവിക്കും? സ്തോത്രം ഹല്ലേലൂയ. രക്ഷ എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. ഈ വ്യക്തിപരമായ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്റെ അറിവാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എനിക്ക് അറിയയില്ല, അല്ലെങ്കിൽ വേണ്ട വണ്ണം എനിക്ക് അറിയയില്ല. ഞാൻ പ്രസംഗം കേട്ടു, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. സ്തോത്രം ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. നിങ്ങൾ ഏതോ ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഹിന്ദു ആകട്ടെ, ഇസ്ലാം ആകട്ടെ, ജൈനനാകട്ടെ, ബുദ്ധനാകട്ടെ, നിർവാണ സന്യാസി ആകട്ടെ, ആരോ ആകട്ടെ, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. സ്തോത്രം ഹല്ലേലൂയ. യേശുക്രിസ്തുവാണ് ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയ ഹല്ലേലൂയ വ്യക്തി എന്ന് പറയുന്നത്. സ്തോത്രം. പിതാവായ ദൈവത്തെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ വെളിപ്പെടുത്തിയ ആ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇന്ന് ചിലരുടെ ബന്ധനങ്ങളെ സ്തോത്രം ദൈവം അടിച്ചു കളയുക. നിങ്ങളുടെ ചില വിചാരങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് മാറ്റിക്കളയുക. നിങ്ങളുടെ പല നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർ ഒരുക്കമുണ്ട്? അവരൊന്ന് സ്തോത്രം ചെയ്താട്ട് വെറുതെ കാര്യം കേട്ടോണ്ടിരിക്കാതെ എല്ലാവരും സ്തോത്രത്തോടെ വന്നാട്ട് ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വന്നാട്ട്. അപ്പൊ സ്തോത്രം ഒരുവൻ യേശുവിനെ സ്വീകരിച്ചു. എങ്ങനെ? വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എന്തിനാണ്? ഞാൻ പാപിയായ മനുഷ്യനാണ്. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് എന്റെ ജീവിതത്തിൽ പാപമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ അറിയില്ല. യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ ഞാൻ കേട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവനിൽ ഞാൻ വിശ്വസിച്ചു. അവൻ ദൈവമാണ്, അവൻ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അതിന്റെ മൂലഭാഷയിലൊക്കെ പോയി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. കർത്താവ് എന്ന് പറയുന്നത് സ്തോത്രം പരിശുദ്ധാത്മാവിൽ മാത്രമേ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അവനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് വ്യക്തിപരമായി പാപമോചനം അത് രണ്ടാമത്തെ ഘട്ടമാണ്. അല്ലെങ്കിൽ സ്വീകരിച്ച് അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി. ആ വ്യക്തിക്ക് എന്ത് ലഭിക്കുമെന്ന് അറിയാമോ?
പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. സ്തോത്രം. എപ്പോഴാണ്? അവൻ അത് വിശ്വസിക്കുന്ന മാത്രയിൽ. അത് സൗജന്യമാണ്, അത് വെറുതെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു പ്രവൃത്തി, നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ പാപിയായ ഒരു മനുഷ്യരായിരിക്കുമ്പോഴാണ് യേശുവിൽ വിശ്വസിക്കുന്നത്. ആ സമയത്ത് ദൈവം നിങ്ങളുടെ പാപങ്ങളെ എല്ലാം മാറ്റി. സ്തോത്രം. അതുവരെയുള്ള പാപങ്ങളുള്ള എല്ലാം ക്ഷമിച്ചു തന്നു. അതുവരെയുള്ളത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയം വരെയുള്ള പാപങ്ങളെ ദൈവം ക്ഷമിച്ചു തന്നു. സ്തോത്രം. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളോട് വ്യക്തിപരമായി പറയുകയാണ്, നീ ഇനി പാപിയല്ല, നീ ദൈവത്തെ അറിയുന്ന മനുഷ്യനാണ്. ദൈവം നിങ്ങളോട് എന്ത് പറഞ്ഞു? നീ പാപിയല്ല, നിന്റെ പാപം എല്ലാം ക്ഷമിച്ചു തന്നു. പക്ഷെ നോക്കുക, കള്ളം പറയുന്ന സ്വഭാവം ഇപ്പോഴും എനിക്കുണ്ട്. സ്തോത്രമൊന്നും വരുന്നില്ലല്ലോ ആർക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ ആന്റിയുടെ, ഞാൻ പറഞ്ഞ ആന്റിയുടെ സംശയമൊക്കെ തീർക്കുക. ആന്റിയുടെ മാത്രം സംശയമല്ല, നിങ്ങളുടെ എല്ലാ സംശയമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? സ്തോത്രം. നിങ്ങൾ എന്തിനാണ് പ്രാപിച്ചിരിക്കുന്നത്? അങ്ങനെ യേശുവിനെ വ്യക്തിപരമായി സ്വീകരിച്ചവർ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളായ എത്ര പേരുണ്ട്? വ്യക്തിപരമായി കർത്താവിനെ സ്വീകരിച്ചവർ എത്ര പേരുണ്ട്? സ്തോത്രം. അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് എത്ര പേരുണ്ട്? അവരാണ് രക്ഷിക്കപ്പെട്ടവർ. അവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്തിനു വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. അന്യഭാഷയും പറയാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവുള്ള മനുഷ്യൻ അന്യഭാഷയിൽ സംസാരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വീട്ടിൽ ഇരുന്നുകൊണ്ട് പറയും, ചർച്ചിൽ പോകുമ്പോ ചെയ്യും, ഇതെല്ലാം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ. പക്ഷെ അത് മാത്രമല്ല, അത് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചതിൽ എന്തിനാണ്? സ്തോത്രം. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ. അതവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവനെ കൃപ ലഭിച്ചവൻ എന്ന് വിളിക്കുന്നു. അവനെ എന്ത് വിളിക്കുന്നു? കൃപ ലഭിച്ചവൻ. ഒന്ന് പറഞ്ഞാട്ട്, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്. കൃപ ലഭിച്ചവൻ. എന്തിന് കൃപ ലഭിച്ചവൻ? കൃപയുടെ സുവിശേഷം. ഇന്ന് ലോകത്തിൽ മുഴങ്ങി കേൾക്കുന്നതല്ല, കൃപയുടെ സുവിശേഷമാണ്. എന്തിനാ കൃപ ലഭിച്ചത്? കൃപ ലഭിച്ചത് എനിക്ക് യേശു ക്രിസ്തുവിൽ അവന്റെ മഹത്വമായി തീരേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, കൃപ ലഭിച്ചവൻ പാപം ക്ഷമിച്ച് കിട്ടിയ മനുഷ്യൻ. പക്ഷെ അവനിൽ ലംഘനമുണ്ട്, അവനിൽ തെറ്റായ കാര്യങ്ങളുണ്ട്. ഈ തെറ്റായ കാര്യങ്ങളെല്ലാം അപ്പോൾ മുതൽ അവന്റെ ഒരു മനുഷ്യൻ 15-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ അവൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവനായി ജീവിക്കണം. എങ്ങനെ? പാപത്തോട് പോരാടണം. പാപ സ്വഭാവങ്ങളെ അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പാപത്തിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ പുറത്താക്കുമ്പോൾ അവൻ അനുഗ്രഹം പ്രാപിച്ചവനായി തീരും. ദൈവത്തിന് സ്തോത്രം. ഞാനിത് ഇങ്ങനൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ട് പിടികിട്ടത്തില്ല. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു വാക്യം കൊണ്ട് മനസ്സിലാക്കാം. നോക്കൂ, സ്തോത്രം. ആരാണ് ദൈവത്തിൽ വസിക്കുന്ന മനുഷ്യൻ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന മനുഷ്യൻ, അവനെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു? ഞാൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു വാക്യം, ഗലാത്യലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യം എല്ലാവരും എടുത്തൊന്ന് വായിക്കണം. സ്തോത്രം. ഞാൻ ശാപത്തിലാണോ? ഞാൻ പാപത്തിലാണോ? ഞാൻ സ്തോത്രം പ്രതികൂലത്തിലാണോ? പ്രതികൂലമൊക്കെ ഉണ്ടാവും. ദൈവജനമാണോ? പ്രതികൂലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അതിൽ നിന്നെല്ലാം വിടുവിക്കാൻ കർത്താവ് നിങ്ങളോടുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചാട്ട് ആരെങ്കിലും. 2 വാക്യവും നിർത്തി വായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്യം ഒന്ന് കേൾക്കൂ. നോക്കൂ. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണം പറയുന്നു. സ്തോത്രം. വായിച്ചാട്ട്. ഗലാത്യലേഖനം എല്ലാവരും എടുത്താട്ട്. ഗലാത്യലേഖനം 3-ാം അധ്യായം മരത്തിന്മേൽ ശപിക്കപ്പെട്ടവൻ കേൾക്കുന്നില്ല ശരിയായിട്ട് എന്നിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി നമുക്ക് ശാപമായി തീർന്നു. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു എന്ത് ചെയ്തു? അബ്രഹാമിന്റെ അനുഗ്രഹം. അബ്രഹാമിന്റെ അനുഗ്രഹം. നെറ്റ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. വേറെ ആളൊന്ന് വായിക്കാമോ?
സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ പാപത്തിൽ നിന്നും നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവിനെ വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കണ്ടോ, എന്തിനാ യേശുക്രിസ്തു ശാപമായി തീർന്നത്? കാൽവരി ന്യായപ്രമാണത്തെ എഴുതി വെച്ചിരിക്കുന്നു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന 5 പുസ്തകം. ഇതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, എന്ത് ചെയ്യാൻ? മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മരത്തിൽ ഒരുത്തനെ തൂക്കിയാൽ അവൻ, സ്തോത്രം, ഹല്ലേലൂയ, ശപിക്കപ്പെട്ടവൻ എന്ന് ന്യായപ്രമാണം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കാൽവരിയിൽ, ക്രൂശിൽ, ഹല്ലേലൂയ, തൂങ്ങി. എന്തിനു വേണ്ടി? നമ്മുടെ ശാപത്തെ മാറ്റിയിട്ട് അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് നൽകുവാൻ. മനസ്സിലായോ? അബ്രഹാമിന് എന്താ അനുഗ്രഹം കിട്ടി? അബ്രഹാം ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കൃപയാണ്. നോക്കൂ, ഈ ഉൽപ്പത്തി ആരംഭിക്കുന്നത് തന്നെ കൃപയാല. സ്തോത്രം, ദൈവത്തിന്റെ അനുഗ്രഹത്തിലായി പുസ്തകം ആരംഭിക്കുന്നു. 1-ാം അധ്യായം ഉൽപ്പത്തി 1:26 പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവരെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. അവർ കൃപ കൊടുത്തു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി നിങ്ങൾ ഭൂമിയൊക്കെ നിറഞ്ഞ്, സ്തോത്രം, സമുദ്രത്തിലെ മത്സ്യങ്ങളെ, ആകാശത്തിലെ പറവുകളെ, ഭൂമിയിലെ മൃഗജാതികളെ എല്ലാം അടക്കി അവയെ വാഴുവീൻ, ഭരിക്കുവീൻ എന്ന് പറഞ്ഞ് ദൈവം അവരെ സൃഷ്ടിച്ച്, അവരെ ആത്മാവിൽ സൃഷ്ടിച്ച്, അവരെ അനുഗ്രഹിച്ചാണ്. അനുഗ്രഹത്തിലാ തുടക്കം. പക്ഷെ ആ മനുഷ്യൻ പാപത്തിൽ വീണു. ആ തലമുറ മുഴുവൻ എന്ത് ചെയ്തു? നോഹയുടെ കാലം വരെ, സ്തോത്രം, നോക്കുക, എല്ലാം നശിച്ചു. ജലപ്രളയം വന്നപ്പോ എല്ലാം നശിച്ചു പോയി. എന്റെ അന്തത്തിൽ നശിച്ചു പോയി. അപ്പൊ കൃപ ലഭിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അനുഗ്രഹം ലഭിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാം നശിച്ചു പോയി. ഇനി അടുത്ത നോക്കൂ, നോഹ. ഹല്ലേലൂയ, നോഹ അടുത്ത തലമുറയിൽ വരികയാ. ഉൽപ്പത്തി 6-ന്റെ, സ്തോത്രം, 8-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ കാണാം, ഹല്ലേലൂയ, നോഹയ്ക്ക് കൃപ ലഭിച്ചു. നോഹയ്ക്ക് എന്ത് ലഭിച്ചു? കൃപ ലഭിച്ചു. എന്നാൽ നോഹയുടെ അവസാനം നോക്കിയേ. കൃപ ലഭിച്ച നോഹ എന്ത് ചെയ്തു? സ്തോത്രം, രക്ഷിക്കപ്പെട്ട നോഹ അവസാനം എന്നായി തീർന്നു എന്നറിയാമോ? ഹല്ലേലൂയ, അവസാനം എന്നായി തീർന്നു? ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിൽ നിന്ന് മദ്യം ഉണ്ടാക്കി, മദ്യം കുടിച്ച് വെളിവ് കെട്ടവനായി. ഹല്ലേലൂയ, അവൻ എന്ത് ചെയ്യാ? വസ്ത്രമില്ലാതെ നിർവാണം, അതായത് നഗ്നനായി കിടന്നു. അവിടെ കിടന്നപ്പോൾ ഒരു മകൻ വന്ന് കണ്ടു. നിങ്ങൾ അതിനെ സിമ്പിളായിട്ട് കാണുക. സ്തോത്രം, അവനെ വന്ന് കണ്ടു. അപ്പോഴവൻ എന്ത് ചെയ്തു? അവൻ, സ്തോത്രം, അപ്പന്റെ നഗ്നത കണ്ടിട്ട് അവനത് മറയ്ക്കാതെ അവൻ വെളിയിൽ ചെന്ന് സഹോദരന്മാരോട് പറഞ്ഞു. പക്ഷേ സഹോദരന്മാർ അത് നോക്കാതെ വന്ന് ഒരു വസ്ത്രം എടുത്തോണ്ട് വന്ന് പിടിച്ചുകൊണ്ട് വന്ന് അവനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, മൂടി. നോഹ ഉണർന്നു. മദ്യത്തിന്റെ കെട്ട് വിട്ടപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോ തന്നെ വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുക. ഇതാരാടാ ഇത് ചെയ്ത്? സ്തോത്രം, ഹല്ലേലൂയ. കെട്ട് വിടുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവിടെ വന്നത് ശാപമാണ്. കൃപ ലഭിച്ചവൻ എന്ത് ചെയ്യാണ്? ശപിക്കുക. ആരെയാണ് ശപിച്ചത്? സ്തോത്രം, ആദ്യം തന്റെ നഗ്നത കണ്ട മകനായ കനാനെ ശപിച്ചു. അങ്ങനെ ജാതികൾ ഉണ്ടായി. നോക്കുക, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം. കൃപയാൽ നിങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം, ഹല്ലേലൂയ, കൃപ പ്രാപിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പക്ഷെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഹല്ലേലൂയ, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? ന്യായപ്രമാണം പറയുന്ന ശാപമായി യേശുക്രിസ്തു കാൽവരിയിൽ തൂക്കപ്പെട്ടു. എന്തിനാ? അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് നിനക്ക് ലഭിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ നോഹയുടെ സന്തതികളിൽ നിന്ന് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അവന് എബ്രായൻ എന്ന് പേരിട്ടു. നദി കടന്ന് വന്നവൻ ഇവ്രി എന്നവന് പേര് കൊടുത്ത്, ഹല്ലേലൂയ, എബ്രായർ ഉണ്ടായി അവിടെ നിന്ന്. അങ്ങനെ അബ്രഹാമിന് അനുഗ്രഹം കൊടുത്തു. സ്തോത്രം. ഇതെന്തിനാ? അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളിൽ വരേണ്ടതിന്. നമ്മളെല്ലാവരും, അയ്യോ ഞങ്ങളാരും ജാതികളല്ല, ഞങ്ങളെല്ലാം, സ്തോത്രമൊക്കെ ഞാൻ ശ്രമിച്ചു. നിങ്ങൾ യഹൂദനാണോ?
നിങ്ങൾ യഹൂദ കുലത്തിൽപ്പെട്ടവരാണോ? ആണെങ്കിൽ നിങ്ങൾ ജാതികളല്ല. യഹൂദരല്ലാത്തവരെല്ലാം ആരാണ്? ജാതികളാണ്. നമ്മൾ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാ. നമ്മൾ അപ്പനപ്പന്മാരൊന്നും യഹൂദന്മാരാരുമില്ല. എല്ലാം ജാതികളാ, നോഹൈക സന്തതികളാ, നോഹയുടെ സന്തതികളാ. അപ്പൊ നമുക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം വരേണ്ടതിന് യേശു ക്രിസ്തു കാൽവരിയിൽ അല്ലെങ്കിൽ യാഗമായി തീർന്നു. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഉത്തരമാണ് വരുന്നത്. അപ്പൊ നോക്കൂ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപമായി തീർന്നത് എന്തിനാണ്? അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന്, എനിക്ക് ലഭിക്കേണ്ടതിന്. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. എനിക്ക് വേണ്ടി യാഗമായി തീർന്നു, എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്റെ ശാപങ്ങളെയെല്ലാം നീക്കി. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇനി ശാപത്തിലല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഇന്നും ശാപം മുറിക്കലും ഇന്നും സ്തോത്രം ഹല്ലേലൂയ അറിയപ്പെടുന്ന വലിയ പാസ്റ്റർമാര് നിങ്ങൾക്ക് ആ ശാപമുണ്ട്, ഈ ശാപമുണ്ട്, കുടുംബത്തിനകത്ത് അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതെന്ന് പറയുമ്പോൾ തിരുവചനം അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ സ്തോത്രം രക്ഷിക്കപ്പെട്ടവരാണോ? എന്റെ ചോദ്യം നിങ്ങൾ കത്തോലിക്കരാണോ എന്നല്ല, നിങ്ങൾ പെന്തിക്കോസുകാരാണോ എന്നല്ല, നിങ്ങൾ ഓർത്തഡോക്സ് ആണോ എന്നല്ല, നിങ്ങൾ സ്തോത്രം ഷാരോൺ ആണോ എന്നല്ല, നിങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ആണോ എന്നല്ല, നിങ്ങൾ സ്തോത്രം അജയ് സിസ്റ്ററുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണോ എന്നല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് ദൈവജനമെങ്കിൽ നിങ്ങളുടെ ശാപത്തെ ദൈവം മാറ്റി. എന്നാൽ നമുക്ക് ഈ അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം എന്താ? അബ്രഹാമിന്റെ അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോ അവിടെ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം കിടപ്പുണ്ട്. ഈ അനുഗ്രഹം ആ സ്തോത്രം. നീ പുറത്തു പോകുമ്പോ അനുഗ്രഹിക്കപ്പെടും, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. കണ്ടോ? ഹല്ലേലൂയ. നിങ്ങളെ ആരെങ്കിലും ശപിച്ചാൽ ആ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. എന്തിനാ യേശുക്രിസ്തു യാഗമായത്? യേശുക്രിസ്തു യാഗമായത് എനിക്കും നിങ്ങൾക്കും അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടേണ്ടതിന്, ജാതികൾക്ക് വരേണ്ടതിന്. ഹല്ലേലൂയ. യേശുക്രിസ്തു കാൽവരിയിൽ ശാപമായി എന്റെ മേൽ നിന്ന് ശാപത്തെ മാറ്റി. നിങ്ങൾ ചർച്ചോക്കോടായിരുന്നാൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. നിങ്ങൾ സ്തോത്രം, നിങ്ങൾ കത്തോലിക്കരായിരുന്നാൽ അത് കിട്ടത്തില്ല. നിങ്ങൾ ഓർത്തഡോക്സ് ആയിരുന്നാൽ അത് കിട്ടത്തില്ല. നിങ്ങൾ പെന്തിക്കോസുകാരായിരുന്നാൽ അത് കിട്ടത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരുന്നാൽ മനസ്സിലാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമെന്ന് വിശ്വാസമുള്ളവരൊന്ന് സ്തോത്രം ചെയ്താട്ട് അവിടെ 1-2 പ്രത്യേകത പറയുമ്പോൾ എന്റെ സമയം തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തെ, അപ്പൊ നോക്കുക, നിങ്ങളെ എന്തിനാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ഒന്ന് പറഞ്ഞേ. അബ്രഹാമിന്റെ അനുഗ്രഹം ഞാൻ പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ വീട്ടിനകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ല വാക്ക് പറഞ്ഞാൽ, നിങ്ങളെ സഹായിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഉദവി ചെയ്താൽ, ഹല്ലേലൂയ, അവനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ഒരുവനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ നാവുണ്ടോ? പക്ഷെ നമുക്ക് പലപ്പോഴും അനുഗ്രഹത്തിന് പകരം നമ്മുടെ നാവേ നിൽക്കുന്നതെല്ലാം എന്തോന്നാ? സ്തോത്രം. അയ്യോ, ഇതെന്നെയും കൊണ്ടേ പോകും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ആദ്യം പറയുന്നത് എന്താ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രശ്നം, രക്ഷിക്കപ്പെട്ടവന്റെ നാവിന്മേൽ ദോഷമായതൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ അനുഗ്രഹം 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാം, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിൽ നിന്ന് ദോഷമായതെല്ലാം അവനെ വിട്ടു മാറിക്കും. അവൻ ദോഷമായതൊന്നും പറയുകയില്ല. അവന്റെ വായിൽ എന്ത് മാത്രമേ ഉള്ളൂ? അനുഗ്രഹം മാത്രമേ ഉള്ളൂ. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ചത് അതാ. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാ ഹല്ലേലൂയ അവരെ അനുഗ്രഹിപ്പീൻ. ഹല്ലേലൂയ.
സ്തോത്രം. എന്തിനാ? ആ വീട്ടിൽ സമാധാനം വരേണ്ടതിന്, അനുഗ്രഹമാകേണ്ടതിന് നിങ്ങൾ അവരെ അനുഗ്രഹിപ്പീൻ. എന്നാൽ ആ വീട്ടിലുള്ളവന് യോഗ്യതയുണ്ടെങ്കിൽ, നോക്കണം, അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കണം, യോഗ്യതയുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ദൈവ പൈതൽ എന്ന നിലയിൽ, ദൈവദാസൻ എന്ന നിലയിൽ അനുഗ്രഹിക്കണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ അനുഗ്രഹിച്ചാൽ അതിന് ഫലം വരണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ യോഗ്യതയുള്ളവരായിരിക്കണം. യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് കാൽവരിയിൽ തൂങ്ങപ്പെട്ട, മരത്തിൽ തൂക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നത്, അത് കടമാകാം, അത് ആരോഗ്യമാകാം, അത് പ്രശ്നങ്ങളാകാം, മകളുടെ വിവാഹമാകാം, അത് രോഗസൗഖ്യമാകാം, അത് എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് മാറുവാൻ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരണം. നിങ്ങളുടെ നാവിൽ നിന്ന് നെഗറ്റീവായ സകലതും മാറണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരണം. അനുഗ്രഹിക്കുന്നവരായി തീരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ആരായിത്തീരും? സ്തോത്രം. ദൈവത്തിന്റെ സമാധാനം വസിക്കുന്നവരായി തീരും. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിന് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളൊരു ദേശത്ത് ചെന്നാൽ ആ ദേശത്തിന് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ നിങ്ങൾ ആ വ്യക്തിക്ക് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന് സൗഖ്യം വരും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ കടഭാരങ്ങൾ മാറും. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും. ഹല്ലേലൂയ. നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങളെ ആരെങ്കിലും സഹായിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നവർ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അവർ, സ്തോത്രം, ക്ഷീണം പ്രാപിക്കുകയില്ല, അവർ ക്ഷയിച്ചു പോകുകയില്ല, പകരം ഒരു അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരും. അപ്പോഴെന്ത് സംഭവിക്കണം? എന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന നിലയിൽ ഞാൻ എല്ലാ ശാപങ്ങളെയും, ഹല്ലേലൂയ സ്തോത്രം, ജയിച്ചവനാ. എന്റെ മേൽ ഇനി ശാപമില്ല. ശാപത്തിന് എന്റെ മേൽ വരാനും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ശപിക്കുന്ന ദൈവദാസന്മാർ. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് അങ്ങനെ ഭവിക്കും, നിനക്ക് ഇങ്ങനെ ഭവിക്കും, എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ നീ അങ്ങനെ പറയാൻ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ വരുന്ന, ഹല്ലേലൂയ സ്തോത്രം, ഒരു വ്യക്തി അവൻ എന്ത് ചെയ്യണം? അവൻ അനുഗ്രഹിക്കുന്നവനാകണം. നിങ്ങൾക്കറിയാമോ, തമിഴ്നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദൈവദാസനുണ്ടായിരുന്നു. ഹല്ലേലൂയ. വളരെ കാലങ്ങൾക്ക് മുമ്പ്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം ഒരു വലിയ പാസ്റ്ററായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വലിയൊരു സഭയുടെ അധികാരിയാണ്, അല്ലെങ്കിൽ അതിന്റെ പാസ്റ്ററാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ തന്റെ സഭയിൽ നിന്ന് കുറെ വിശ്വാസികളെയും കൊണ്ട് ഒരു പാസ്റ്റർ അങ്ങ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം, സ്തോത്രം, സഭയിൽ എഴുന്നേറ്റ് നിന്ന്, സ്തോത്രം, അദ്ദേഹം പ്രവചിച്ചു. ആരാ? ഈ പോയ പാസ്റ്റർ, അതായത് ഈ വലിയ പാസ്റ്റർ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പോയവൻ, ഈ ആളുകളെയും കൊണ്ടുപോയവൻ, അവൻ, സ്തോത്രം, ഉച്ചന്തല മുതൽ ഉള്ളംകാല് വരെ അവൻ വ്രണം വന്ന് അവൻ, സ്തോത്രം, ഹല്ലേലൂയ, നശിച്ച് നഷ്ടപ്പെട്ടു പോകും. സഭയുടെ മധ്യത്തിൽ പുള്ളി പറഞ്ഞു. ആരാ പറയുന്നത്? രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, വിശുദ്ധ ജീവിതം നയിച്ച് ജനത്തെ നയിക്കുന്ന ദൈവദാസൻ പറയുകയാണ്, നിനക്കങ്ങനെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, മന്ത്രവാദികൾക്കറിയാൻ ദൈവമക്കളെ ശപിക്കാൻ പാടില്ല. ശപിച്ചു കഴിഞ്ഞാൽ അവരിൽ ആ ശാപം പോകത്തില്ല, അത് തിരിച്ചെവിടെ വരും? അവനിൽ ചെല്ലുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥ ദൈവമക്കളാണ്, നിങ്ങളുടെ അടുത്ത് മന്ത്രവാദി വരത്തില്ല, നിൽക്കുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ പാപക്ഷമ പ്രാപിച്ചവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രമുണ്ട്? എത്ര പേർക്ക് സ്തുതിയുണ്ട്? അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞപ്പോ ഈ പോയ പാസ്റ്റർ അറിഞ്ഞു. സ്തോത്രം. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? 40 ദിവസം ഫാസ്റ്റ്. സ്തോത്രം. കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എന്റെ മേൽ ഈ ശാപം വരരുത്. അദ്ദേഹം ഉപവസിച്ചു പ്രാർത്ഥിച്ചു.
അനന്തരഫലം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? ആരാണോ ശപിച്ചവൻ, ആ ശപിച്ച പാസ്റ്റർ അയാൾ എന്ത് പറഞ്ഞുവോ ആ പറഞ്ഞതുപോലെ വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്, റിയാലിറ്റിയിലുള്ള കാര്യമാണ്. സ്തോത്രം. ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് ഈ മനുഷ്യനെ ഒരു മനുഷ്യന് പോകണമെങ്കിൽ നടന്നേ പോകാൻ പറ്റും. കാരണം അതിന്റെ വാതിൽ ഒരു ഇടുക്ക വാതിലാണ്. സ്തോത്രം. തന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെത്തിയപ്പോൾ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ തനിക്ക് വ്രണങ്ങൾ ബാധിച്ചു. ആരാണോ ദീർഘദർശനം പറഞ്ഞത് അല്ലെങ്കിൽ ആരാണോ പ്രവചിച്ചത്, ആ പ്രവചിച്ചവന്റെ മേൽ അത് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ മേൽ ശപിച്ചാൽ ആ ശാപം അവിടെ ചെല്ലത്തില്ല. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. എല്ലാവരും വിഷമിച്ചിരിക്കുക. ഇത് രാവിലെ സ്തോത്രം ഞങ്ങൾക്ക് അനുഗ്രഹം ഏത് വഴി വരുമെന്ന് നോക്കിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടിയാ ഞാൻ പറയുന്നേ. ആരെയും ശപിക്കരുത്, ആർക്കും എഗൻസ്റ്റായി സംസാരിക്കരുത്. നാവിൽ ദൈവത്തിന്റെ അനുഗ്രഹമല്ലാതെ, ബ്ലെസ്സിങ്സ് അല്ലാതെ മറ്റൊന്നും ഒരു ദൈവ പൈതലിന്റെ നാവിൽ ഉണ്ടാകുവാൻ പാടില്ല. നിന്റെ മേലിനി ശാപമില്ല. അതിന്റെ അർത്ഥം നിനക്ക് രോഗം വരത്തില്ലെന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രായത്തിന്റെ ആദ്യം 78 വയസ്സ് ആളിന് ശ്വാസം മുട്ടൽ വരത്തില്ലേ? വരും, നിശ്ചയമായി. അതെനിക്ക് സ്തോത്രം. ഹല്ലേലൂയ. ശാപം കൊണ്ടാണ്. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിൽ സംശയിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട ആളിനാണ് ഈ സംശയം എന്ന് ഓർക്കണം. ഹല്ലേലൂയ. ഈ തിരുവചനം എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ വചനത്തിൽ ചുമ്മാ സ്തോത്രം നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും 2 നേരമായിട്ട് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ടാ കിട്ടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവദാസന്മാര് രാവിലെ കുളിച്ചൊരുങ്ങി ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച് വചനമൊക്കെ പ്രാപിച്ചു വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക. നിങ്ങൾ ഇത് കേട്ടിട്ട് ഇതെടുത്ത് എവിടെ കളയുക? സ്തോത്രം. ആരോ പ്രാർത്ഥിക്കുന്ന കേട്ട്, കർത്താവേ ഞങ്ങൾ രാവിലെയും വൈകിട്ടും തിരുവചനം ശരിക്കും കേൾക്കുന്നു, ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുകയാണ്, കാരണം ഞങ്ങൾക്ക് മുടക്കുന്നു. ഞങ്ങൾക്ക് എന്തില്ല? ഒന്ന് പറഞ്ഞായിട്ട് എല്ലാവരും അങ്ങ് സ്തോത്രം ക്ഷീണമല്ലോ. ഇത് ഇങ്ങനെ എന്നും അങ്ങ് അനുഗ്രഹം കേട്ടാലോ, ആ അനുഗ്രഹം എങ്ങനെയാ വരുന്നതെന്ന് അറിയണ്ടേ? ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിനായി നിങ്ങൾ സമയം ചിലവഴിക്കണം. ദൈവവചനത്തിന് വേണ്ടി കൊടുക്കണം. ദൈവവചനം പ്രാപിക്കണമെങ്കിൽ, ദൈവിക നന്മകൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തിന് കൊടുക്കുകയും വേണം. ഹല്ലേലൂയ. ദൈവ പ്രമാണമുണ്ട്. പ്രമാണം പാലിക്കാത്തവൻ ദൈവത്തിന്റെ മകനമല്ല, ദൈവത്തിന്റെ മകളല്ല. അവൻ മറ്റുള്ളവരെ ശപിക്കും. അവന്റെ വായിൽ നെഗറ്റീവ് വാക്കുകൾ ഉണ്ടാകും. അപ്പൊ നോക്കണം, ദൈവദാസനായാലും ഈ ദൈവദാസൻ എന്ത് സംഭവിച്ചു? സ്തോത്രം. ഇദ്ദേഹത്തിന് വ്രണം ബാധിച്ചു. ഇദ്ദേഹത്തെ അവസാനം എടുത്തുകൊണ്ട് പോകുന്നത് ഞാനത് കണ്ടിട്ടില്ല. സ്തോത്രം. മറ്റൊരു പ്രമുഖ ദൈവദാസൻ ആ വ്യക്തിയെ ചൂണ്ടി പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് താങ്ങിയെടുത്ത് അവസാനമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ താൻ സ്തോത്രം നഗ്നനായി തന്നെ കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റുമ്പോൾ സ്തോത്രം വാഴയില വെട്ടിയിട്ട് ആ വാഴയിലാണ് കൊടുത്തത്. സ്തോത്രം. അതിന്റെ കാരണമോ, താൻ ശപിച്ചവൻ അത് സ്തോത്രം ആരെ ശപിച്ചോ അത് അവന് ഭവിച്ചില്ല, മറിച്ച് ഈ സംസാരിച്ചവൻ സ്തോത്രം ഹല്ലേലൂയ ഇതാ നോഹയ്ക്ക് സംഭവിച്ചു. എന്നാൽ നിങ്ങൾക്കൊരു മനുഷ്യനെ കാണാം. ഒരു മനുഷ്യനെ സ്തോത്രം വേദപുസ്തകത്തിൽ ശരിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ വസിച്ചു, ദൈവത്തിൽ ജീവിച്ചു. ഹല്ലേലൂയ. തന്റെ അവസാനവും ശ്രേഷ്ഠമായിരുന്നു, തന്റെ ആരംഭവും ശ്രേഷ്ഠമായിരുന്നു. പക്ഷേ തന്റെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം താൻ രക്ഷ പ്രാപിച്ചു. നിങ്ങളൊരു ഭവനത്തിൽ ചെന്നാൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പോലെ ജീവിക്കണം. അത് മറ്റാരുമല്ല, നിങ്ങൾക്കറിയാം. യോസഫ് എന്ന മനുഷ്യനെ അറിയാം. അദ്ദേഹത്തിന്റെ ആരംഭ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു അവസാന ഘട്ടമുണ്ട്. ആ അവസാന ഘട്ടത്തെ കുറിച്ച് എത്ര പേർക്കറിയാം? ഹല്ലേലൂയ സ്തോത്രം. അത് യോസഫാണ്. യോസഫ് മുഖാന്തരം ദൈവം ഹല്ലേലൂയ അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ അവർ ആ ഭവനത്തെ അനുഗ്രഹിച്ചു. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആ സ്തോത്രം ഭവനത്തിന് അനുഗ്രഹമാ. നിങ്ങളൊരു ദേശത്ത് ചെന്നാൽ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ദേശത്തിന് അനുഗ്രഹമാ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതല, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ദേശത്ത് നിന്ന് ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം ഓടിപ്പോകുവാനിടയാകും.
ഹല്ലേലൂയ. ഓ സ്തോത്രം, അത് ഉറപ്പ് ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും ഹല്ലേലൂയ എല്ലാ ദൈവജനത്തിനും അത് ഉണ്ടാകണം. അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ പാപത്തിൽ നിന്നും വേർപെട്ടവരാകണം. അവർ സൽഫലമായത്, സൽഗുണമായത്, പുകഴ്ചയായത്, നന്മയായത് ഒക്കെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. സ്തോത്രം. അവരുടെ വായിൽ നിന്ന് നെഗറ്റീവായ ഒരു കാര്യവും വരികയില്ല. അവർ ബ്ലെസ്സിങ് ആയിരിക്കും. ഹല്ലേലൂയ. അവരെല്ലാവരെയും ബ്ലെസ് ചെയ്യും, അവരെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ശാപങ്ങൾ വിട്ടുപോകും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? സ്തോത്രം. ഇനി ആരെങ്കിലും ശാപത്തെ കുറിച്ച് പറയുമോ? ഈ വചനം വായിച്ചിട്ട് ഹല്ലേലൂയ. സ്തോത്രം. യേശുക്രിസ്തു മരത്തിൽ തൂങ്ങിയത് എന്തിനാണ്? ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് കിട്ടേണ്ടതിന്, ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ അത് പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? കർത്താവ് ക്രൂശിൽ തൂങ്ങി. ആ യേശുക്രിസ്തുവിന്റെ കാൽവരി രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ഒരിക്കലും ആരെയും ശപിക്കുകയില്ല. സ്തോത്രം. ഒരുവനെ തിരിച്ച് നിങ്ങളെ ഒരാൾ ശപിച്ചതിരിക്കട്ടെ, നിങ്ങൾ അവരെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. ഐ ബ്ലസ് യു. ഹല്ലേലൂയ. ദാവീദ് ശിമയിയെ എന്ത് ചെയ്തു? സ്തോത്രം. ശിമയി ദാവീദിനെ ശപിച്ചു. ഹല്ലേലൂയ. പൂഴി വാരിയിട്ട് ശപിച്ചു. ദാവീദ് സ്തോത്രം തിരിച്ചു വല്ലതും പറഞ്ഞു? തിരിച്ചെന്ന് പറഞ്ഞു, നീ ഇന്ന് ശപിക്കുന്ന ഈ ശാപം എനിക്ക് അനുഗ്രഹമായി വരും. ഇതിനാൽ ദൈവം എന്റെ പ്രശ്നങ്ങളെ മാറ്റി എന്നെ നന്മയിലേക്ക് കൊണ്ടുവരും. ഹൃദയത്തിൽ കയ്പുള്ളവർ ഇന്ന് ആ കയ്പുകൾ ആരോടെങ്കിലും, അത് നിങ്ങളുടെ ഭർത്താവിനോടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടാകാം, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ബന്ധുമിത്രാദികളോടാകാം, അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിനോടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടാകാം, എവിടെയുമാകാം. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതെല്ലാം മാഞ്ഞു പോകണം. മാഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ദൈവം അവരെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ശപിച്ചവരെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കരുത്. ദൈവം അവരോട് ഇടപെട്ടുകൊള്ളും. അത് ദൈവത്തിൻ്റെതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 20-21 അധ്യായങ്ങൾ വായിക്കണം. ആദ്യ 2 വാക്യങ്ങൾ വായിക്കണം. 2 അധ്യായങ്ങൾ നല്ലതായിട്ട് ധ്യാനിച്ചു വായിക്കണം, ഇല്ലെങ്കിൽ മനസ്സിലാക്കില്ല. വായിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിടികിട്ടും എന്താ ദൈവത്തിന്റെ അനുഗ്രഹം. ഒരു മനുഷ്യന് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ? അല്ല. ഹല്ലേലൂയ. നോക്കൂ സ്തോത്രം. യോസഫിലേക്ക് വരാം. യോസഫിന്റെ പ്രശ്നം എന്താ? അവൻ കൃപ ലഭിച്ചവനായിരുന്നു. അവൻ സ്തോത്രം ഹല്ലേലൂയ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെ എഴുതി വെച്ചിരിക്കാം 39-ാം അധ്യായം. ഹല്ലേലൂയ. അവിടെ ഒന്നെടുത്ത് വായിച്ചാട്ട് 39-ാം അധ്യായം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ആദിയാഗമം, അതായത് ഉൽപ്പത്തി 39-ാം അധ്യായം. 39-ാം അധ്യായത്തിൽ സ്തോത്രം അതിന്റെ ഹല്ലേലൂയ 3-ാമത്തെ വാക്യം മുതൽ, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. നോക്കൂ സ്തോത്രം. ഈ യോസഫിനെ നോക്കിയപ്പോൾ ഒരു കാര്യം ബോധ്യമായി, ഇവനോട് കൂടെ ആരുണ്ട്? നിങ്ങളെ നോക്കുമ്പോൾ ഒരാൾക്ക് ബോധ്യപ്പെടണം, ഇവന്റെ കൂടെ ആരുണ്ട്? ഇവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു. ഇവന്റെ സ്തോത്രം, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഇവന്റെ മേൽ അനുഗ്രഹമുണ്ട് എന്ന് കണ്ടപ്പോൾ അവനെ അവന്റെ വീടിനെല്ലാറ്റിനും എന്ത് ചെയ്തു? വിചാരകനാക്കി വെച്ചു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസ്തന്മാരാണെങ്കിൽ ദൈവം നിങ്ങളെ വിചാരകന്മാരാക്കി വയ്ക്കും. സ്തോത്രം. ഞാൻ വലിയൊരു വിഷയമായി എടുത്തേ. അതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ എനിക്കിത് പറയാൻ കഴിയത്തുള്ളൂ. ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ വിടുകയാ. നീ എപ്പോഴെങ്കിലും വന്നാൽ നിങ്ങൾ ഓർക്കുമെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ സംസാരിക്കാം. ചില ദിവസങ്ങൾ തന്നെ നീണ്ടതായിട്ട് ഈ ഭാഗം എടുത്തെങ്കിൽ മാത്രമേ അനുഗ്രഹം എങ്ങനെ അനുഭവിക്കാൻ കഴിയും എന്ന് പഠിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അത് വെറുതെ ഇനി വരുന്നൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ശപിക്കുന്ന ഒരുവൻ വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് എന്ത് നേടുവാൻ? ഹല്ലേലൂയ. ഞാൻ എല്ലാവരെയും ശപിക്കുന്ന ഒരുവനാണ്, എല്ലാവരോടും കയ്പ് നിറഞ്ഞവനാണെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം? ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ട് എന്ത് നേട്ടം? ഹല്ലേലൂയ. അപ്പോൾ നോക്കൂ സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് സ്തോത്രം ജാതിയായ എനിക്ക്
ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തു മരത്തിൽ തൂങ്ങി, അവന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, എനിക്ക് കൃപ ലഭിച്ചു, ഞാൻ എന്നോടുകൂടെ ദൈവമുണ്ട്, ഞാൻ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ സ്തോത്രം? ഒരു മനുഷ്യനോട് കൂടെ ദൈവം ഇരിക്കണമെങ്കിൽ അവനിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അവനിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? യോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. എന്തുകൊണ്ട്? അവന്റെ യജമാനൻ അവനെ കണ്ടപ്പോൾ ബോധ്യമായി ഇവനിൽ ദൈവമുണ്ട്. സ്തോത്രം. അവന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. ഈ യോസഫ് അവസാനം മരിക്കാൻ സമയത്ത് യോസഫിന്റെ വിശ്വാസം പോയോ? നോഹയെ പോലെ ആയോ? ശപിക്കുന്നവനായോ? അവസാനത്തെ കുറിച്ച് യോസഫിന്റെ അവസാനത്തിൽ അവൻ ചെയ്ത അറിയാവുന്നവരൊന്ന് സ്തോത്രം ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ഹല്ലേലൂയ. യോസഫിന്റെ അവസാനം എങ്ങനെയായിരുന്നു? സ്തോത്രം. വചനത്തിൽ എവിടെ എഴുതിയിട്ടിരിക്കുന്നു? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. സ്തോത്രം. അറിയാവുന്നവർ കാണും. ഹല്ലേലൂയ. യോസഫിന് എന്ത് സംഭവിച്ചു? സ്തോത്രം. ഹല്ലേലൂയ. യോസഫ് നോക്കൂ, അവൻ വിശ്വാസത്താൽ ജീവിച്ചു. അവന്റെ മരണം വരെയും അവൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഉൽപ്പത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ യോസഫിന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് കാണാൻ കഴിയും. യോസഫ് മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ യോസഫ് അവിടെ കിടന്ന മിസ്രൈമിൽ കിടന്ന യോസഫ് ഒരിക്കലും അവൻ അവിടുത്തെ ഇതിൽ അഭിരമിച്ചില്ല. അവനൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്റെ പിതാവായ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ആ വാഗ്ദത്തം എന്താ? നിനക്ക് ഞാൻ കനാൻ ദേശം അവകാശമായി തരും. ഹല്ലേലൂയ. സ്തോത്രം. ആ അവകാശത്തെ കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എത്ര പേർക്ക് സ്തോത്രമുണ്ട്? രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യന് അവന്റെ ബോധ്യം എന്താ? അവന് നല്ല വിശ്വാസമുണ്ട്. ദൈവം എനിക്ക് എന്തു ചെയ്യും എന്നവന് നല്ല ബോധ്യമുണ്ടാകും. ഹല്ലേലൂയ. അവൻ സ്തോത്രം മരിക്കാൻ സമയത്ത് അവൻ എന്തു പറഞ്ഞു എന്നറിയാമോ? ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നമ്മളിപ്പോൾ മിസ്രൈമിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പിതാവ് ഉൾപ്പെടെ 70 പേർ സ്തോത്രം അവിടുന്ന് വന്ന് ഇവിടെ അടിമകളായി, നമ്മളെല്ലാവരും അടിമകളായി ഇപ്പോൾ മിസ്രൈമിൽ കിടക്കുക. പക്ഷെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഈ മിസ്രൈമിൽ മരിച്ചു പോകുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എന്റെ അസ്ഥിയെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. എന്നെ മരിച്ചടക്കിയാൽ ഹല്ലേലൂയ, നിങ്ങൾ അവിടുന്ന് സ്തോത്രം കുഴി തോണ്ടി എന്റെ അസ്ഥി എടുത്തുകൊണ്ട് നിങ്ങൾ ആ കനാൻ ദേശത്തേക്ക് പോകണം. അവിടെ കൊണ്ടുവന്ന് ദൈവം തരുന്ന ദേശത്തിൽ എന്നെ അടക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ. സ്തോത്രം. ഇതെവിടാ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിൽ ഇത് എഴുതിയിട്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാമത്തെ വാക്യം നോക്കൂ. സ്തോത്രം. 18-ന്റെ പകുതി മുതൽ ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മോശ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടു പോന്നു. അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് എന്തും എടുത്തുകൊണ്ടു പോന്നു? യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടു പോന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ സമയം ഏതാണ്ട് തീരാറായി വരിക. നോക്കൂ. സ്തോത്രം. വേഗത്തിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെ എല്ലാം ഒന്ന് കൂട്ടിയിണക്കാൻ പോകുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ഒന്ന് കൂട്ടിയിണക്കാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇത് നോക്കൂ. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? മോശ എന്ത് ചെയ്തു? യോസഫിന്റെ അസ്ഥികൾ എടുത്തു. അതിന്റെ കാരണം എന്താ? ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. യോസഫ് എന്ത് പറഞ്ഞു? ദൈവം നിങ്ങളെ നിശ്ചയമായി സന്ദർശിക്കും. മരണസമയത്ത് പോലും യോസഫിനിൽ നിന്ന് അവന്റെ അപ്പന്റെ അവകാശത്തെ കുറിച്ച് ഉള്ള ബോധ്യം അവനെ വിട്ടുപോയിരുന്നില്ല. ഞാനിവിടെ തീരുകയാ. സ്തോത്രം. എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുക. പക്ഷെ എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം നിലനിൽക്കുക. നിങ്ങളെ സ്തോത്രം കനാൻ ദേശം അവകാശമായി തരുമെന്ന് ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുക. ഈ വാഗ്ദത്തം എന്റെ മരണം കൊണ്ട് തീരുന്നതല്ല. കാലങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞിട്ട് മോശ എന്ത് ചെയ്യുക? ഹല്ലേലൂയ. സ്തോത്രം. ഈ ജനത്തെ അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്തത് എന്താ? യോസഫിന്റെ അസ്ഥികളെ കുടിച്ചെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ അവകാശം എന്താ? നമ്മെ എന്തിനാ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്? കൃപയാൽ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്താ? നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം മരണം സംഭവിച്ചാലും എനിക്ക് എന്ത് ഭവിച്ചാലും ഞാൻ ഈ ഭൂമിയിൽ ഒടുങ്ങുവാനുള്ളവനല്ല. ഞാൻ എന്റെ കർത്താവിനോടുകൂടെ വാഴുവാനായി വിളിക്കപ്പെട്ടവനാണ്.
എനിക്ക് സ്തോത്രം താഴെ ഭൂമിയിലും മുകളിൽ ആകാശത്തിന്റെയും അനുഗ്രഹങ്ങൾ എന്റെ മേലുണ്ട്. എന്റെ ഡബിൾ പോർഷൻ ഉണ്ട്. എന്താ സ്തോത്രം? എനിക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്, എനിക്ക് ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഭൗമിക അനുഗ്രഹമുണ്ട്. ഞാൻ ഒരു അനുഗ്രഹ പാത്രമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. എന്റെ നാവിൽ അശുഭമായ ഒന്നുമില്ല. ആരുടെയെങ്കിലും നാവിൽ ഈ അശുഭമായ കാര്യങ്ങൾ, ആ സ്തോത്രം, നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് കാണുമ്പോൾ ആദ്യം നെഗറ്റീവാണോ പറയുന്നത്? അയ്യോ ഇത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരും. നിങ്ങൾ വായിൽ തുറന്ന് അങ്ങനെ പറഞ്ഞ സ്തോത്രം, നിങ്ങൾ കടത്തില. അവൻ വന്ന് എനിക്ക് ഇങ്ങോട്ട് പണം തന്നിട്ട് പോകും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയും, എന്റെ കടക്കാരൻ സ്തോത്രം എന്റെ അടുത്ത് വരെ എനിക്ക് കൊടുക്കാനൊന്നുമില്ല. സ്തോത്രം, എന്നെ കാണുമ്പോൾ അവൻ മനസ്സിലായി, അവൻ എന്ത് ചെയ്യും? അവൻ എനിക്ക് ഇങ്ങോട്ട് പണം തരും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ദൈവം നിങ്ങളോട്, സ്തോത്രം, ദൈവം നിങ്ങളുടെ കടഭാരത്തെ മാറ്റും, ദൈവം നിങ്ങളുടെ രോഗത്തെ മാറ്റും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുന്ന ദൈവമാ. കാരണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ. അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ എത്ര പേർ ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്തു തുടങ്ങും? എത്ര പേർ ആത്മാവിൽ സ്തോത്രം ചെയ്തു തുടങ്ങും? നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കുറച്ച് സമയം എന്റെ മുമ്പിൽ ഉള്ളൂ, സ്തോത്രം. എങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാണ്, സ്തോത്രം. പക്ഷെ ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ സ്തോത്രം, ഞാൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ശേഷം 16 വർഷങ്ങൾ ഞാൻ ലോകത്തിൽ ജീവിച്ച മനുഷ്യൻ. 16 വർഷങ്ങൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ബിസിനസ് കൊണ്ട് മറ്റേ എന്റെ അധ്വാന ഫലം കൊണ്ടും ഒക്കെ ജീവിച്ച വ്യക്തിയാണ് ഞാൻ. സ്തോത്രം, 2007 കർത്താവിന്റെ വേലയ്ക്കായി എന്നെ വേർതിരിച്ചു. ഞാനും എന്റെ ഭാര്യയും എന്റെ 2 മക്കളും, ഇത്രയും പേരേ ഉള്ളൂ. സ്തോത്രം, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വസ്തുവകകളോ ധനധാന്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് നാമമാത്രമായ തുണികൾ മാത്രമാണ്. ഞങ്ങളോട് ദയ തോന്നിയിട്ട് ഒരു വ്യക്തി ചെന്നൈ പട്ടണത്തിനകത്ത് അമിജഗരി എന്ന ദേശത്ത് ഒരു ചെറിയ 60 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ റൂം ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തു തന്നു. സ്വന്തമായി കേൾക്കണം, എന്റെ മെസ്സേജ് കേൾക്കുന്നവർ, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നമ്മെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിക്കുവാൻ, മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ. സ്തോത്രം, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഇന്നു മുതൽ സകലത്തെയും അനുഗ്രഹിക്കുക. അനുഗ്രഹത്തിന് വിരുദ്ധമായതെല്ലാം മാറ്റിക്കളയുക. ജീവിതത്തിൽ സ്തോത്രം കർത്താവിനോട് ക്ഷമ പറയുക. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക, അവരെ അനുഗ്രഹിക്കുക. ഓ സ്തോത്രം, നിങ്ങൾ ജീവിതത്തിന്റെ നന്മകൾ കാണും, നിശ്ചയമായും കാണും. ഹല്ലേലൂയ. ആ ഒരാളിന്റെ ദയയാൽ ഒരു വീട് കിട്ടി, സ്തോത്രം. പക്ഷെ ചൂട് അതിനകത്തിരിക്കാൻ പറ്റും. ഞാൻ സ്തോത്രം, ചുറ്റുവട്ടത്ത് ഭയങ്കര കൊതുക. കാരണം പൂവമാറെന്ന് പറയുന്ന സ്തോത്രം ഒരു ആറടുത്തുകൂടെ ഒഴുകുക. അതിന് ഞാൻ കണ്ടെത്തിയ സ്തോത്രം മാർഗമാണ് ഒരു കീറിയ കൊതുക് വലയാണുള്ളത്. ഇതുകൊണ്ട് എന്റെ ഭാര്യയും മക്കളെയും പുതപ്പിച്ചിട്ട് രാത്രി മുഴുവൻ കൊതുകടി കൊണ്ട് പ്രാർത്ഥിക്കും. കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥന പഠിച്ച ആളാണ് ഞാൻ. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിച്ച ആളാണ്. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഈ പ്രാർത്ഥന ലൈൻ കെട്ടണം പോലെ അടുത്തടുത്ത വീടുകളാണ്. രാത്രിയിലെ പ്രാർത്ഥന അടുത്ത വീട്ടിൽ, അടുത്ത ഭിത്തി എന്ന് പറയാൻ അടുത്ത വീടാ. സ്തോത്രം, ഹല്ലേലൂയ. അതിലെ ഒരു സഹോദരി കേട്ടു. ആ സഹോദരി മറ്റുള്ളവരോട് പറഞ്ഞു, ഇതിനകത്തൊരു ദൈവദാസനുണ്ട്, രാത്രി മുഴുവൻ പ്രാർത്ഥന. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നതിനാ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് പ്രാർത്ഥന പഠിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഒരു ദിവസം ഒരു വല്യമ്മത്തള്ള വന്നു. അതിരാവിലെ, ഇതേപോലെ രാവിലെ സ്തോത്രം, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ സ്തോത്രം അവർ വരികയാണ്. ഞാൻ എന്റെ വടിയിൽ വരുമ്പോ, അയ്യാ എനക്കാകെ ജവം. ഞാൻ പറഞ്ഞു, എനിക്ക് ജവം பண்ண தெரியாது സ്തോത്രം, എനിക്ക് തമിഴും അറിയത്തില്ല, നിങ്ങളുടെ ഭാഷയും അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല, ഞാൻ ആർക്കുമായിട്ട് പ്രാർത്ഥിക്കും ദൈവാസന, പക്ഷെ ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. അവർ പറഞ്ഞു, അയ്യാ உங்களுக்கு എന്തു தெரியுமோ അത് മോതും അയ്യാ. സ്തോത്രം, ഹല്ലേലൂയ. ഉനക്ക് എന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ എന്നെ പറ്റുമോ? അത് മലയാളത്തിലാണെങ്കിൽ അത് മതി, തമിഴിലാണെങ്കിൽ അങ്ങനെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവസാനം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ മടിക്കെട്ടിൽ നിന്ന് കുറെ ചില്ലറത്തൊട്ടുകളും നോട്ടുകളും എല്ലാം കൂടെ, കുറെ നാണയങ്ങളെല്ലാം. എനിക്ക് വളരെ ഈർഷ്യ തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, നോ 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 നോ, എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ ഇതെല്ലാം വാരിക്കൊണ്ട് പോകും. ഞാനതെല്ലാം വാരി അവരുടെ ആ പണ്ടക്കെട്ടിനകത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട്
അവരതുകൊണ്ട് പോയി. അവർ പോകുന്ന വഴിക്കല്ല, ஐயோ காசு கூட தேவையில்லாத ஒரு ஸ்தோத்திரம், ஊழியக்காரன் இங்க உட்கார்ந்து இருக்கிறாங்க, நல்லா ஜெபம் பண்றாங்க, அல்லேலூயா എന്നെല്ലാം അവർ പുലമ്പിയിട്ട് എല്ലായിടത്തും ചൊല്ലിട്ടു. എല്ലാവരും പറഞ്ഞു, ഇങ്ങ ഒരു നല്ല ഊഴിയക്കാരൻ, അവർക്ക് പണം தேவையில்லை, அல்லேலூயா കാശ് കൊടുത്തിട്ട് അവർ വാങ്ങല്, நல்லா ജപിച്ചാங்க എന്നെല്ലാം ചൊല്ലി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് അയാൾ പ്രാർത്ഥിച്ചു. അയാൾക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട, നല്ലൊരു ഊഴിയക്കാരൻ ഇവിടെ ഉണ്ടെന്ന് അവരെല്ലാം പോയി. அல்லேலൂയ പറഞ്ഞു പോയി. ഒരു വലിയ മാർക്കറ്റാ ഇതിനപ്പുറം. പറഞ്ഞു പോയി. നിങ്ങളൊന്ന് കേൾക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി അടുത്ത ദിവസം അവിടുന്ന് വെളിയിലോട്ട് പോകുമ്പോ ഒരു തടിച്ചൊരു സ്ത്രീ, ഒരു ഭീമാകാരമായ ഒരു സ്ത്രീ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അവരെന്നെ നോക്കി നല്ലതായിട്ട് ചിരിച്ചിട്ട് അവർ വിളിക്കുകയാണ്, അയ്യാ വാങ്ങ. അയ്യ എന്ന് പറഞ്ഞ പാസ്റ്റർ എന്നും, സ്തോത്രം, ഹല്ലേലൂയ, ബഹുമാനത്തിൽ വിളിക്കുന്ന അയ്യാ വാങ്ങ, என் வீட்டுக்கு வாங்க, என் பொண்ணு ஸ்தோத்திரம் படுக்கையில இருக்கிறாங்க, അവക്കാകെ ജപം பண்ணுங்க എന്ന് പറഞ്ഞാ, എന്റെ മോള് സുഖമില്ലാതെ കിടക്കുന്നു, വീട്ടിൽ കിടപ്പിലാണ്, നീ വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. എനിക്ക് തമിഴ് അറിയത്തില്ല, അവർ പറയുന്ന മനസ്സിലായി. സ്തോത്രം. ഞാൻ ആ വീട്ടിനകത്ത് കടന്നു. എന്നെ അവരുടെ പുറകെ ചെന്നു. എന്റെ ഉള്ളിൽ ഭയം. ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ സ്വയമായി പ്രാർത്ഥിച്ച് തുടങ്ങിയതാ. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് സ്തോത്രമുണ്ട്? ഹല്ലേലൂയ. ദൈവം എന്നെ അനുഗ്രഹമാകുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ്. എനിക്കറിയുമായിരുന്നു. ഞാൻ ഇവിടെ ചെന്നപ്പോൾ കിടക്കയിൽ കിടക്കുന്ന ഒരു 10-18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകൊച്ച് അവളവിടെ കിടക്കുക. നല്ലൊരു പെൺകുട്ടിയാണ്. സ്തോത്രം. പക്ഷെ അവളെ കിടക്കയിൽ അനങ്ങുന്നില്ല, അവിടെ തന്നെ കിടക്കുക. അവൾ എന്നോട് പറഞ്ഞു, അവൾക്ക് ജ്വരമാ, അവൾക്ക് വേണ്ടി ജപം പണ്ണ പാസ്റ്റർ. സ്തോത്രം. എന്നോട് പറഞ്ഞു ജപം പണ്ണ. ഞാൻ കൈ നീട്ടി, எனக்கு தமிழ் தெரியாத, மலையாளத்தில் ஜெபம் பண்ணலாம். சரி, நீங்க அப்படி பண்ணுங்க. ஸ்தோத்திரம். നിനക്ക് என்ன തകുതി இருக்கோ அந்த തകുതിയിൽ നീ பண்ணுங்க. സ്തോത്രം. ഞാൻ അവർക്ക് വേണ്ടി മലയാളത്തിൽ പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോ സ്ത്രീ പറയുക, എന്നോട് ചോദിക്കുക, இந்த பொண்ணு 3-4 വർഷമാകെ ആയിട്ട് സ്തോത്രം ഈ കിടക്ക അവൾ എഴുന്നേൽക്കുമോ എന്നോട് ചോദിക്കുക. അവൾ തളർവാദം വന്ന് കിടക്ക, അവൾ എഴുന്നേൽക്കുമോ? ഞാൻ കിടുങ്ങിപ്പോയി. സ്തോത്രം. ഞെട്ടി വിറച്ചുപോയി. തളർവാദ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്നെ അവർ വിളിച്ചോണ്ട് പോയത്. ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെന്നോട് ചോദിക്കാണ്, ഇവൾ എഴുന്നേൽക്കുമോ? ഞാൻ പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞു? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു. ഓടാനും കാലൊന്നുള്ള ആളല്ലേ, 2 വഴിയെ നടക്കുന്ന മനുഷ്യനാണ്. എങ്ങനെ ഓടും? പിന്നെ ആ വഴി പോകാൻ എനിക്ക് ഭയം. അതിനാൽ ആ വഴി പോകുന്നത് അപ്പുറം മാർക്കറ്റാണ്. മീൻ വാങ്ങാൻ പോകാനാണ് അവിടെ പോകുന്നത്. ഒരു മാസത്തിൽ 200 രൂപ ലഭിക്കും, ഒരാൾ തരും. അതാണ് അന്നത്തെ വരുമാനം. അതിൽ എന്റെ ഭാര്യ എനിക്ക് മീൻ ഇഷ്ടമായതിനാൽ 20 രൂപ മാറ്റിവെക്കും. അതിൽ 20 രൂപ ഒരു ദിവസമുണ്ട്. എന്നോട് പറഞ്ഞു, നമുക്ക് പോയി മീൻ വാങ്ങാം, അപ്പുറത്തെ മാർക്കറ്റാ, പോയി വാങ്ങാം. സ്തോത്രം. നമുക്ക് പോകാം. അവൾക്ക് വലിയ താല്പര്യത്തിൽ അവൾ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ആ 20 രൂപ എടുത്ത് നമുക്ക് മീൻ വാങ്ങാം. ഞാൻ ഉടനെ ഈ സ്ത്രീയെ ഓർത്തു. ഞാൻ പറഞ്ഞു, നമുക്ക് അതുവഴി പോകണ്ട. സ്തോത്രം. നമുക്ക് ഇതുവഴി ഒരു ഷോർട്ട് വേ ഉണ്ട്, അപ്പുറത്തൊരു മതിൽ പൊളിഞ്ഞു കിടപ്പുണ്ട്, അതുവഴി പോകാം. എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. സ്തോത്രം. അതുവഴി ഇനി അവരെന്നോട് ചോദിച്ചു, ഈ കൊച്ചു എഴുന്നേക്കുമോ? എന്റെ അന്നത്തെ മനസ്സിൽ എനിക്കറിയില്ല ഈ കുഞ്ഞ് രക്ഷപ്പെടുവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുവഴി പോകാം എന്ന് പറഞ്ഞ് എന്റെ ഭാര്യയെ ഞാൻ ഉപായത്തിൽ പറഞ്ഞ് അവളെ വിളിച്ച് ഇടിഞ്ഞു കിടക്കുന്ന മതിൽ ചാടി മാർക്കറ്റിനകത്ത് ചെന്നു. എനിക്ക് ആരെയും അറിയത്തില്ല, ദേശങ്ങളിലുള്ള ആരെയും അറിയില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മാർക്കറ്റിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി മീൻ നിരനിരയായിട്ട് മീൻ വിൽപ്പനക്കാർ ഇങ്ങനെ നിരന്നിരിക്കുന്ന സ്തോത്രം ആ മാർക്കറ്റിൽ ഇങ്ങനെ ചെല്ലുകയാണ്. കുറച്ച് ഞങ്ങൾ മുന്നോട്ട് നോക്കി നടന്നൊരു കർവ്, ഒരു വളവുണ്ട് ആ മാർക്കറ്റിനാണ്. വളവിന്റെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പർവ്വതം പോലൊരു സ്ത്രീ ചാടി എഴുന്നേൽക്കുക. ദൈവത്തിന് സ്തോത്രം. അയ്യോ വാങ്ങയ്യ. ഞാൻ ഭയന്നു, പേടിച്ചു.
അവരിങ്ങനെ ശബ്ദമുണ്ടാക്കി ഓടി വന്ന് എന്റെ കൈ പിടിച്ചു. എന്റെ കൈ പിടിച്ചിട്ട് അവരെവിടെല്ലാം കൊണ്ട് നടക്കുക. ഇത് താൻ അന്തയ്യ, ഇത് താൻ അന്തയ്യ, ഇത് താൻ അന്തയ്യ. ആ മാർക്കറ്റിൽ എല്ലായിടത്തും പോയി പറയുക, ഹല്ലേലൂയ സ്തോത്രം, ഇത് താൻ ആ പാസ്റ്റർ, ഇത് താൻ ആ ദൈവദാസൻ എന്നവർ പറയും. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു, എന്നോട് പൊണ്ണ് എളുമ്പിയാച്ച്, ഇവർ വന്ന് ജപം പണിയാച്ച്, ഹല്ലേലൂയ, அந்த பொண்ணு, ഹല്ലേലൂയ സ്തോത്രം, அந்த കിടക്ക വിട്ട് എഴുതി. ചില വർഷങ്ങളായി തളർവാദം പിടിച്ചു കിടക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, ആ കൊച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ. എന്നിട്ട് അവരവിടെ എല്ലാം കൊണ്ടുവരുന്ന എന്നെ പരിചയപ്പെടുത്തിയിട്ട്, സ്തോത്രം, അവർ ചെയ്തൊരു കാര്യമുണ്ട്. അവരുടെ കൊട്ടങ്ങൾ നിറച്ചു മീന. എതുക്കയ്യ ഇങ്ങ വന്നോ? എന്തിനാ നീ ഇവിടെ വന്നേ? സ്തോത്രം, നീ എന്തിനാ ഇവിടെ വന്നേ? എതുക്കയ്യ ഇങ്ങ വന്നോ? മീൻ തേവയാ? ഹല്ലേലൂയ. അവർ അവരുടെ കൊട്ടയ്ക്കകത്ത്, നല്ല ശ്രദ്ധിക്കണം, അവിടെ കൊട്ടയ്ക്കകത്ത് കൈയിട്ട് ആ കൈ നിറയെ മീൻ വാരിയിട്ട് എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നത് വാങ്ങിയിട്ട്, സ്തോത്രം, അതിനകത്ത് നിറയെ മീൻ, ആ ബാസ്ക്കറ്റ് നിറയെ മീൻ. ഞാൻ ഭയന്നു പോയി. ഞാൻ ആരുടെയൊന്നും ഔദാര്യമായി ഒന്നും വാങ്ങുന്നതല്ല. ഞാൻ പറഞ്ഞു, സ്തോത്രം, ഇതാമ പണം. നോയ്യാ, ഉങ്ങൾക്കിട്ടേന്നാ എനക്ക് ആശീർവാദം അയ്യാ, நீங்க எனக்கு ஆசீர்வாதம் ஐயா. நீங்க வந்து ஜெபம் பண்ணியாச்சு, என் பொண்ணு எழும்பியாச்சு എന്ന് പറഞ്ഞ എന്റെ പെണ്ണ് കിടക്ക വിട്ട് എഴുന്നേറ്റു. അവക്ക് സൗഖ്യം വന്നു. நீங்க எனக்காக ஜெபம் பண்ணுங்க. என்னோட ബിസിനസ് വിരിവാകട്ടും, ഞാൻ മേന്മപ്പെടട്ടും, സ്തോത്രം എന്ന് പറഞ്ഞ ഞാൻ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? സ്തോത്രം, ഒരു ദൈവ പൈതൽ അനുഗ്രഹമാണ്. സ്തോത്രം, ഒരുവന്റെ അനുഗ്രഹമാണ്. എത്ര പേർ ഒന്ന് റിസീവ് ചെയ്യും? ഞാനൊരു അനുഗ്രഹമാണ്. എത്ര പേർ വായ് തുറന്നൊന്ന് പറയും? വായ് തുറന്ന് പറയണം, മൗനമായിട്ടല്ല പറയണ്ടേ. ഞാനൊരു അനുഗ്രഹമാ. എന്റെ വീട്ടിൽ ഞാൻ അനുഗ്രഹമാ. പുറത്തുള്ളവർക്ക് ഞാൻ അനുഗ്രഹമാ. ഏതൊരു വ്യക്തിക്കും ഞാൻ അനുഗ്രഹമാ. പക്ഷെ എന്റെ വായിൽ അനുഗ്രഹമല്ലാത്തതൊന്നും വരുവാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം, അവിടെ കൊണ്ട് തീർന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഇന്ന് ആ മാർക്കറ്റ് എനിക്ക് വളരെ പരിചിതം. ഈ 17 വർഷങ്ങൾ കടന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ മീൻ കാശ് കൊടുത്ത് വാങ്ങാറില്ല ഇന്നും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് സ്തോത്രം? 18 വർഷത്തിന് മുമ്പുള്ള സംഭവം ഞാനിപ്പോ പറഞ്ഞേ. പക്ഷെ ഇന്നും ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും സമൃദ്ധമായ മീൻ എന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്നു. ഞാൻ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആ മാർക്കറ്റിനകത്തുള്ളവരാരും, ഞാൻ എത്ര നിർബന്ധിച്ചാലും അവരാരും എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങും. ഞാൻ അങ്ങോട്ട് അതുകൊണ്ട് പോകുകയുമില്ല. എനിക്ക് ആരുടെയും ഔദാര്യമായി ഒന്ന്. പക്ഷേ അവർ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും, എന്റെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അനുഗ്രഹം എങ്ങനെ അനുഭവിക്കുന്നതെന്ന്? നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആദ്യം മനസ്സിലാക്കണം, ഞാനൊരു ശാപമല്ല. എന്റെ ശാപമെല്ലാം കാൽവരിയിൽ, ഹല്ലേലൂയ, ഓ യേശു ക്രിസ്തു ചുമന്നൊഴിച്ചു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്തോത്രം. ഈ ഞാൻ ഇവിടെ അപൂർണമായി അവസാനിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് ഇനി സമയം കിട്ടിയാൽ ഞാൻ ചില ദിവസങ്ങൾ എടുത്ത് നിങ്ങളോട് ഇതിന്റെ ആഴമാർന്ന തലങ്ങളിലൂടെ ഒക്കെ പോകാം. ഹല്ലേലൂയ. ഞാൻ ഉപരിപ്ലവമായിട്ടേ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഇതൊന്നുമല്ല ദൈവിക, ഹല്ലേലൂയ സ്തോത്ര പ്രവർത്തികൾ. എത്ര പേർ റിസീവ് ചെയ്യും? ഇന്നു മുതൽ നിങ്ങൾ ഇതൊന്ന് അനുഭവിക്കാൻ, ഇത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്ക കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുവീൻ. ആദ്യം നിങ്ങൾ അനുഗ്രഹിക്കുവാൻ പഠിക്കണം. നിങ്ങളുടെ നാവിൽ നിന്ന് ശാപങ്ങളും തിന്മകളും എല്ലാം വിട്ടൊഴിയണം. എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. നമ്മളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മളെ തന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എത്ര പേരുടെ ഹൃദയത്തിൽ നിന്ന് ഈ നെഗറ്റീവിലെല്ലാം പോകും. ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും ചിലരുടെ ഹൃദയങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്. അല്ലെ, എല്ലാം ഒന്ന് പുറത്താക്കുകയും. ഹല്ലേലൂയ. എന്റെ വീട് ശപിക്കപ്പെട്ട വീടല്ല. എന്റെ പാരമ്പര്യ ശാപങ്ങളൊന്നും ഇപ്പോൾ എന്റെ മേലില്ല. ഞാൻ യേശുവിനെ സ്വീകരിച്ചവരാ. ഉറപ്പുള്ളവർ വായു തുറന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഓ ഞാൻ സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്റെ എന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ സന്തതികളെ നോക്കി നിങ്ങൾ അനുഗ്രഹിപ്പീൻ, അവരെ അനുഗ്രഹിപ്പീൻ, അവരെ അനുഗ്രഹിപ്പീൻ. അവരുടെ നെഗറ്റീവുകളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും നോക്കി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിപ്പീൻ. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ വരികയാ. ഞാൻ നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ വയ്ക്കാൻ പോകുകയാ. ഹല്ലേലൂയ, സ്തോത്രം. അത് കർത്താവിന്റെ വചനമാ. എത്ര പേർ റിസീവ് ചെയ്യും? എത്ര പേർ ഹൃദയം തുറന്നത് സ്വീകരിക്കും? സ്വീകരിക്കാത്തവർക്ക് അത് ലഭിക്കുകയില്ല. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. അത് യോഗ്യതയുള്ളവരായി, കർത്താവെ, രക്ഷിക്കപ്പെട്ടവർക്കായി യോഗ്യതയുണ്ട്. ഞങ്ങൾ ഹല്ലേലൂയ നോഹയുടെ അവസാനം പോലെ ഞങ്ങൾ അവസാനിക്കാനല്ല, യോസഫിന്റെ പ്രത്യാശയുടെ ഒരു അവസാനം പോലെ ആ ഒരു അവസാനം ഞങ്ങൾക്ക് കിട്ടേണ്ടതിന് കർത്താവെ, സ്തോത്രം, ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരായി, ഞങ്ങൾ ഇരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങൾ ഇരിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളെ ശപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപബന്ധനങ്ങൾ യേശു ഞങ്ങൾക്ക് വേണ്ടി ചുമന്നൊഴിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചതിനായി, അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം പിതാവേ, ആമേൻ. ഞാൻ ഈ മെസ്സേജ് അപൂർണമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുക. വളരെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ചില സ്തോത്രം മണിക്കൂറുകൾ കൊണ്ട് ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ സ്തോത്രം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ ഇത് മറന്നു പോകാതെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പക്ഷേ ഇന്നൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ആരെയും ശപിക്കരുത്. നിങ്ങളെ ഒരു മനുഷ്യൻ ശപിച്ചാൽ അവരെ അനുഗ്രഹിച്ചു കൊള്ളുക. ആരെ കുറിച്ചെങ്കിലും കയ്പുണ്ടെങ്കിൽ അതെല്ലാം ഹൃദയത്തിൽ നിന്ന് കളയുക. ഹൃദയത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ റിസീവ് ചെയ്യുക. ഞാൻ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്നു. സ്തോത്രം. അത് വായി തുറന്ന് ഈ അനുഗ്രഹത്തെ സ്വീകരിച്ചാട്ട് ഞാൻ ഈ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹത്തെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ സ്തോത്രം വായി തുറന്ന് പറഞ്ഞ് സ്വീകരിച്ചാട്ട് സ്തോത്രം. ഈ അനുഗ്രഹം നിങ്ങൾ യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങളോടുകൂടെ നിൽക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.